ഭൂമിയിലേക്ക് തിരിച്ചു വരാനാകാതെ രണ്ട് ആസ്ട്രോനോട്ട്സ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ആ കൂട്ടത്തിലൊന്ന് ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസ് ആണ്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് ലോകം മുഴുവനും ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയത്തിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലു ഹിയർ. ബഹിരാകാശ മേഖലയിലേക്ക്, ബഹിരാകാശ ടൂറിസത്തിലേക്ക് വലിയ തോതിൽ തന്നെ ആളുകളുടെ എല്ലാം ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്ത പ്രൈവറ്റ് സെക്ടറുകളൊക്കെ തന്നെയും ഒരുപോലെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വലിയൊരു സ്പേസ് റേസ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് രണ്ട് ബഹിരാകാശ ഗവേഷകർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ദിവസങ്ങളോളമായിട്ട് അവിടെ പെട്ടുകിടക്കുകയാണ് എന്ന് പറയുന്ന വാർത്ത നമ്മളുടെ ഇടയിലേക്കൊക്കെ തന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഭൂമിയുടെ പുറത്ത് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഏറെക്കുറെ 400 കിലോമീറ്ററുകൾക്ക് മുകളിലായിട്ട് വലിയ വേഗതയിൽ തന്നെ ഈ ഒരു ISS ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഗവേഷകർ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഗവേഷണങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നാസയുടെ ഗവേഷകരെ അല്ലെങ്കിൽ US നിന്നുള്ള ആസ്ട്രോനോട്ട്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് റഷ്യയായിരുന്നു. അതിൽ തന്നെ റഷ്യയുടെ സോയൂസ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അമേരിക്കക്കാരായിട്ടുള്ള ഗവേഷകരെ, ആസ്ട്രോനോട്ട്സിനെ ഈ ഒരു ISSലേക്ക് അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. 2011 മുതൽ 20 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഈ സോയൂസ് എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിൽ തന്നെയായിരുന്നു ആളുകൾ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഓരോ സീറ്റിനും മില്യൺ കണക്കിന് ഡോളേഴ്സാണ് റഷ്യ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഏറെക്കുറെ 56 മില്യണൊക്കെയാണ് ഒരു ആസ്ട്രോനോട്ട്സിനെ ഈ ഒരു ISSലേക്ക് എത്തിക്കാനുള്ള ചിലവായിട്ട് അമേരിക്ക റഷ്യക്ക് നൽകിയിട്ടുള്ളത് എന്ന നിലക്കുള്ള കണക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 2010 ബറാക് ഒബാമ ഒരു കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം തന്നെ അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് സെക്ടറുകളെ പോലും ക്ഷണിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രധാനമായിട്ട് ചെയ്യുന്നൊരു കാര്യം റീയൂസബിൾ ആയിട്ടുള്ള നിലയിലുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക, അതുപയോഗിച്ചുകൊണ്ട് വളരെ ചിലവ് ചുരുക്കിയിട്ട് തന്നെ നാസയുടെ കീഴിലുള്ള ആസ്ട്രോനോട്ട്സിനെ ISSലേക്ക് അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ സാധ്യമാക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടറുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളൊക്കെ തന്നെ ഞങ്ങളിത് ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ബിഡ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ സ്പേസ് എക്സ് എന്ന് പറയുന്ന എലൺ മസ്കിൻ്റെ കമ്പനിയുണ്ട്. അതുപോലെ തന്നെ ജെഫ് ബസോസിൻ്റെ ആമസോണിൻ്റെ സ്ഥാപകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അതുപോലെ തന്നെ ബോയിങ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഒരുപാടധികം വിമാനങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ച് പരിചയസമ്പന്നരായിട്ടുള്ള ആ കമ്പനിയുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഏറ്റവും അവസാനം ഈ ഒരു ദൗത്യം നാസ ഏൽപ്പിക്കുന്നത് ബോയിങ്ങിനെയും അതുപോലെ തന്നെ സ്പേസ് എക്സിനെയുമാണ്. സ്പേസ് എക്സിന് അറൗണ്ട് 14ഓളം പ്രൊജക്റ്റുകളും ബോയിങ്ങിന് ഏറെക്കുറെ 4-5 പ്രൊജക്റ്റുകളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും അങ്ങനെയാണ് വളരെ ചിലവ് ചുരുക്കിയിട്ട് ആളുകളെ, ആസ്ട്രോനോട്ട്സിനെ ബഹിരാകാശത്തേക്ക് ISSലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യത്തിന് 2010 അവിടെ തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബില്യൺ കണക്കിന് ഡോളറുകൾ നാസ ബോയിങ്ങിനും സ്പേസ് എക്സിന് ഒരുപോലെ തന്നെ നൽകുന്നുണ്ട്. കൃത്യമായ പ്രൊസീജിയറുകളിലൂടെ ആ പറഞ്ഞ ടൈം ലൈനിലൂടെ ഒക്കെ തന്നെ കടന്നുപോയിട്ട് ഓൾറെഡി സ്പേസ് എക്സ് അവരുടെ ക്രൂ ഡ്രാഗൺ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്രൂവിനെ, ആസ്ട്രോനോട്ട്സിനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വിജയകരമായ നിലയിൽ തന്നെ അവർ ആ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ബോയിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 2011 അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളൊക്കെ തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ്, ഒരു സ്പേസ് ക്രാഫ്റ്റ് മറ്റൊക്കെയാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. 2017 തന്നെ അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ് തയ്യാറാകുമെന്നുള്ള നിലയിലൊക്കെ തന്നെയായിരുന്നു അവർ വാഗ്ദാനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 2017 അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2019 ആ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള പണികളും കഴിഞ്ഞുകൊണ്ട് പേരൊന്നും ഇട്ടിട്ടില്ലാത്ത ആ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ആദ്യത്തെ പരീക്ഷണ പറക്കലുകളും മറ്റുമൊക്കെ നടത്തുന്നത്. പക്ഷേ അതിൽ തന്നെ നിർഭാഗ്യവശാൽ അതൊരു പാർഷ്യൽ ഫെയിലിയറിലേക്ക് ചെന്നെത്തുകയാണ്. കൃത്യമായിട്ട് ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് അതിനുശേഷം 2022 രണ്ടാമത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ് അവർ സജ്ജമാക്കുന്നുണ്ട്. ഇപ്രാവശ്യം ക്രൂവിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് അവർ ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനടിസ്ഥാനത്തിൽ 2 ആസ്ട്രോനോട്ട്സ് ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ആസ്ട്രോനോട്ടാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നത് സുനിത വില്യംസ് ആണ്. സുനിതയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യം ഉണ്ടായില്ല.
ഇന്ത്യൻ വംശജ കൂടിയായിട്ടുള്ള അവർ ഓൾറെഡി 2 തവണ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികം സമയം സ്പേസ് വാക്ക് നടത്തിയതിൻ്റെ പേരിലുള്ള വനിത എന്ന നിലയിലുള്ള ചില റെക്കോർഡുകൾ മറ്റൊക്കെ അവരുടെ പേരിലുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടിയിട്ട് ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ ISSലേക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിട്ട് മെയ് മാസം 7-ാം തീയതി ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ ലോഞ്ചിങ്ങിൻ്റെ ഏറെക്കുറെ 3 മണിക്കൂറുകൾക്ക് മുൻപേ ആയിട്ട് ആ സ്പേസ് ക്രാഫ്റ്റിൽ ചില ടെക്നിക്കൽ എററുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മിഷൻ അവിടെ വെച്ചുകൊണ്ട് അബോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അന്നേ ദിവസത്തെ ലോഞ്ചിങ് നടന്നില്ല. അതിനുശേഷം പിന്നീട് ജൂൺ 1-ാം തീയതി രണ്ടാമതും ഇതുപോലെ തന്നെ ആസ്ട്രോനോട്ട്സ് എല്ലാം കയറിയിരുന്നുകൊണ്ട് ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ ലോഞ്ചിങ്ങിൻ്റെ ഏറെക്കുറെ 3 മിനിറ്റുകൾക്ക് മുമ്പ്, അതായത് കൗണ്ട് ഡൗൺ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മിനിറ്റുകൾക്ക് മുൻപേ ആണ് ഈ ഒരു വാഹനത്തിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്, ചില ടെക്നിക്കൽ എററുകൾ ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ബോയിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള അധികൃതരും മറ്റുമൊക്കെ കണ്ടെത്തുന്നത്. അതോടുകൂടിയിട്ട് ജനുവരി 1-ാം തീയതിയും ലോഞ്ചിങ് അവിടെ തടസ്സപ്പെടുകയാണ്, ടേക്ക് ഓഫ് അവർ നിർത്തിവെക്കുകയാണ്. അതിനെല്ലാം ശേഷം പിന്നീട് ഏറ്റവും അവസാനം ഈ ജൂൺ മാസം ഇതേ മാസം 5-ാം തീയതി 3-ാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ 3-ാമതായിട്ട് ടേക്ക് ഓഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും നടത്തുന്നുണ്ട്. ഇപ്രാവശ്യം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടതോടുകൂടിയിട്ട് അവർ ലോഞ്ച് ചെയ്യുകയാണ്. ഏറെക്കുറെ 25 മണിക്കൂറുകൾ ദൈർഘ്യം വരുന്ന ആ ഒരു യാത്ര അവർ ആരംഭിക്കുകയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് ലോഞ്ച് ചെയ്ത് അവർ ISSനെ ലക്ഷ്യമാക്കി ശൂന്യാകാശത്തിലൂടെ സ്പേസിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ഏറെക്കുറെ 28ഓളം വരുന്ന ത്രസ്റ്ററുകളാണ് പവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിൽ നിന്നും ഭൂമിയുടെ ഗ്രാവിറ്റിയൊക്കെ മറികടന്നുകൊണ്ട് സ്പേസിലേക്ക് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിലുണ്ടായിരുന്നത്. അതിൽ 5 ത്രസ്റ്ററുകൾ സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തലാവുകയാണ്, പ്രവർത്തനം നിലക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഇത് പിന്നീടുള്ള വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 5 ത്രസ്റ്ററുകൾ കംപ്ലൈൻ്റ് ആയതിൽ 4 എണ്ണം ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ട്, ഇനി ഒരെണ്ണത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടെയും കൃത്യമായ നിലയിൽ തന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ ഒരു സ്റ്റാർ ലൈനർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർ ലൈനർ സ്പേസ് ക്രാഫ്റ്റ് എത്തിച്ചേരുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ യാതൊരുവിധ പിഴവുകളും കൂടാതെ തന്നെ ISSലേക്ക് അവർ ഡോക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ISSനകത്തേക്ക് ആ 2 ആസ്ട്രോനോട്ട്സും ഒരുപോലെ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു സുനിത വില്യംസ് ISSനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തന്നെയും സാമൂഹ്യ മാധ്യമങ്ങളും വാർത്തകളും ഒക്കെ വലിയ തോതിൽ തന്നെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഒരു ദൗത്യമായിരുന്നു ഇത്. ഏറെക്കുറെ 7 ആളുകളോളം വഹിക്കാൻ ശേഷിയുണ്ട് ബോയിങ്ങിൻ്റെ ഒരു സ്റ്റാർ ലൈനർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിന്. അതിൽ തന്നെ പാർഷ്യലി നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ, പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള നിലയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് 9 ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരാം എന്നുള്ള നിലയിലാണ് അവരുടെ പ്ലാനുകളൊക്കെ. അങ്ങനെ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തുന്നതിനിടയിലാണ് മറ്റൊരു വലിയ പ്രശ്നം അവിടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ക്രൂ മൊഡ്യൂൾ. ഈ ക്രൂ മൊഡ്യൂളിലാണ് അതിനകത്തുള്ള ആസ്ട്രോനോട്ട്സ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. മറ്റ് കാർഗോ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെയാണ് സജ്ജമാക്കുന്നത്. ഏറെക്കുറെ 7 ആളുകൾക്ക് അറ്റ് എ ടൈം യാത്ര ചെയ്യാൻ പറ്റുന്ന നിലയിൽ തന്നെയാണ് ബോയിങ് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ ക്രൂ മൊഡ്യൂളിൽ നിർമ്മിച്ചിട്ടുള്ളത്. മാത്രമല്ല റീയൂസബിൾ ആണ്, വീണ്ടും നമുക്ക് ഏറെക്കുറെ 10 തവണയോളം ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാണ് അതിൻ്റെ നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് സർവീസ് മൊഡ്യൂളാണ്. ഈ സർവീസ് മൊഡ്യൂളിലുള്ള ത്രസ്റ്ററുകളും മറ്റൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ISSൽ നിന്നും വേർപെട്ടുകൊണ്ട് ഭൂമിയിലേക്കുള്ള യാത്രയും മറ്റുമൊക്കെ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റ് നടത്തേണ്ടത്. അപ്പോൾ ഈ ഒരു സർവീസ് മൊഡ്യൂളിൻ്റെ ത്രസ്റ്ററുകളുടെ ഭാഗത്തായിട്ട് ഏറെക്കുറെ 5ഓളം ഭാഗങ്ങളിൽ ഹീലിയം ലീക്കേജ് കണ്ടെത്തുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ലീക്കേജ് വരുന്നതെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ജൂൺ മാസം 13-ാം തീയതി ഭൂമിയിലേക്ക് തിരിച്ചു വരേണ്ടിയിരുന്ന ആ 2 ആളുകളും ആ 2 ആസ്ട്രോനോട്ട്സും ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് പെട്ടുകിടക്കുകയാണ്, ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് നമുക്കിവിടെ വിശദീകരിക്കാം. ഈ ഒരു ഇഷ്യൂ എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തുകൊണ്ട് ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും മറ്റൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട്
ജൂൺ 15-ാം തീയതി ഈ ത്രസ്റ്ററുകളൊക്കെ തന്നെ പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടെയും എങ്ങനെയാണ് ഈ ഒരു ഹീലിയം ലീക്കേജ് വന്നിട്ടുള്ളതെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും ഇപ്പോഴും അവർ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് ജൂലൈ 2-ന് മുൻപേ തന്നെ അല്ലെങ്കിൽ 2 ആകുമ്പോഴേക്ക് ഇവരെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള നിലയിലുള്ളൊരു അനുമാനത്തിലേക്കാണ് നാസയും ബോയിങ്ങും ഒക്കെ ഒരുപോലെ തന്നെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇതൊരിക്കലും ഒരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അല്ല. ഒരു പക്ഷേ ഈ ഒരു ഡേറ്റ് ഇനിയും മാറാനുള്ള ഒരുപാടധികം സാധ്യതകളുണ്ട്. സ്പേസിലാണ് ഇവരൊക്കെ തന്നെ ഉള്ളത്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ ആസ്ട്രോനോട്ട്സിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ ആളുകളെ നമുക്ക് നേരെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവർ ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനകത്തേക്ക് കയറിയിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൃത്യമായ നിലയിൽ ത്രസ്റ്ററുകൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ആളുകൾക്കും അവിടെ മരണം സംഭവിക്കുന്നതായിരിക്കും. അപ്പം എല്ലാം കൊണ്ടും കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി സുരക്ഷ ഉറപ്പുവരുത്തി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇവരെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനകത്ത് നിന്നും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. നാസ ഇതിനോടകം തന്നെ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ മറികടക്കും. ഈ 2 ആളുകളെ നമ്മൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഭൂമിയിലേക്ക് സുരക്ഷിതമായ നിലയിൽ തന്നെ തിരിച്ചെത്തിക്കും. അവരുടെ ജീവന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമ്മൾ ഭൂമിയിലേക്ക് അവരുടെ നാട്ടിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന തോതിൽ വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങളിലും മറ്റൊക്കെ വാർത്തകൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപോലെ തന്നെ ആളുകൾ ആകാംക്ഷയോടുകൂടെ ഭയത്തോടുകൂടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോയിങ്ങിനെതിരായിട്ട് മറുഭാഗത്ത് വലിയ തോതിൽ തന്നെയുള്ള പ്രതിഷേധങ്ങളും വലിയ തോതിലുള്ള എതിർപ്പുകളും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ ഉയർന്നു വരികയാണ്. മാത്രമല്ല ഈ ഒരു കമ്പനിക്ക് അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പല രഹസ്യങ്ങളും ഒക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിസിൽ ബ്ലോവേഴ്സ് എന്നുള്ള നിലയിലൊക്കെയാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത്. എന്തൊക്കെ തന്നെയാലും അവർക്ക് പറയാനുള്ളത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും ഇവർ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. പല സേഫ്റ്റി മെഷേഴ്സും കൃത്യമായിട്ട് പാലിക്കാതെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിനെ ഇവർ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് പോലും ഈ ഒരു ഹീലിയം ലീക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് പോലും ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. ഇതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ബോയിങ് ഈ ഒരു മിഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഇവർ വിശദീകരിക്കുന്നത്. മാത്രമല്ല നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് ബോയിങ്ങിൻ്റെ ഈ ഒരു മിഷൻ വൈകി പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഏറെക്കുറെ വൈകിയത് കാരണമായിട്ട് പോലും ഏറെക്കുറെ $1.5 ബില്യൺ നഷ്ടം ബോയിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ബോയിങ്ങിൻ്റെ പല കള്ളക്കളികളും ഇതിന് പുറകിൽ നടന്നിട്ടുണ്ട് എന്ന തോതിൽ തന്നെയാണ് പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ബോയിങ് എന്ന് പറഞ്ഞ കമ്പനി നമുക്കറിയാം, നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പല വിമാനങ്ങളും ഈ ബോയിങ് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഏറെക്കുറെ 10,000-ലധികം വരുന്ന ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ നമ്മളുടെ തലക്ക് മുകളിലൂടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോയിങ് പലപ്പോഴും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ചെയ്യുന്നുണ്ട്. അവരുടെ വിമാനങ്ങളും ഇത്തരത്തിൽ സുരക്ഷിതമല്ല. വിമാനങ്ങളിലും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ പല തോന്യാസങ്ങളും നടത്തുന്നുണ്ട്, ചെയ്തു വെക്കുന്നുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളും വലിയ തോതിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ അവർക്ക് നേർക്ക് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇത് 2 ജീവനുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവിടെ നിന്നും ISS-ൽ നിന്നും ഈ 2 ആസ്ട്രോനോട്ട്സ് ആ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ കയറിയിട്ട് അവിടെ നിന്നും അൺഡോക്ക് ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യണം. ഈ യാത്രയിൽ കൃത്യമായ നിലയിൽ തന്നെ ആ ത്രസ്റ്ററുകൾ പ്രവർത്തിക്കണം. അതിൽ നിന്ന് പിന്നീട് ക്രൂ മൊഡ്യൂൾ വേർപെട്ടുകൊണ്ട്, സർവീസ് മൊഡ്യൂളും ക്രൂ മൊഡ്യൂളും വേർപെട്ടുകൊണ്ട് കൃത്യമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഭൂമിയിലേക്ക് ആ 2 ആസ്ട്രോനോട്ട്സും വന്ന് ലാൻഡ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളൊക്കെ ഇതുമായി ചേർന്നുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഒരുപാടധികം റിസ്ക് എലമെൻറ്റ്സ് അവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടെയും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഈ 2 ഗവേഷകർക്കും ഈ 2 ബഹിരാകാശ യാത്രികർക്കും ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത്തരമൊരു അവസ്ഥയിൽ നിങ്ങളാണ് പെട്ടുപോകുന്നതെങ്കിൽ, അതായത് നിങ്ങളൊരു ബഹിരാകാശ യാത്ര നടത്തുകയാണ്, അതിനിടയിൽ വെച്ചുകൊണ്ട് പവർ കാര്യങ്ങളൊക്കെ ഓഫായി ത്രസ്റ്ററുകളൊന്നും പ്രവർത്തിക്കാതെ ബഹിരാകാശത്ത് നിങ്ങൾ ലോക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരിക? എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുക? ആ കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇത്തരത്തിൽ വ്യത്യസ്ത പ്രൈവറ്റ് സെക്ടറുകളിലെ കമ്പനികളൊക്കെ തന്നെ ഈ സ്പേസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ തോതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വരുമെന്ന കാര്യം നമുക്ക് തീർച്ചയാണ്. സ്പേസ് ടൂറിസം ഒക്കെ
കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ട് മാറും എന്ന കാര്യം വേഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് വിമാനങ്ങളുടെ കാര്യവും ഇതുപോലെ തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. വിമാനങ്ങൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാടധികം റിസ്ക് എലമെൻറ്റ്സ് വന്നിട്ടുള്ള കാര്യമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും തകർന്നു വീഴാം, പൊട്ടി വീഴാം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ആകുലതകളും വ്യാകുലതകളൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ വിമാനങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് വിമാനയാത്രകൾ ഇന്ന് കുറച്ചുകൂടെ ഏവർക്കും ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് പോലും എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ 1000 രൂപക്കൊക്കെ നമുക്ക് സേലത്തേക്ക് മറ്റൊക്കെ വിമാന ടിക്കറ്റുകൾ പോലും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിൽ ചീപ്പായിട്ട് പോലും ആ ഒരു കാര്യം മാറി വന്നിട്ടുണ്ട്. വരും കാലത്ത് ഇത്തരത്തിൽ ഒരുപാട് കമ്പനികളും മറ്റുമൊക്കെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്ന സ്പേസ് ടൂറിസം എന്ന് പറയുന്ന മേഖലയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഈ ഒരു മേഖലയിലും വ്യത്യസ്ത മാറ്റങ്ങളൊക്കെ വരുമെന്ന കാര്യം തീർച്ചയാണ്. ഒരു പക്ഷേ ഭാവിയിൽ നമുക്കും ഇത്തരത്തിൽ സ്പേസിലേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള സാധ്യതകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസിലുമായിട്ട് കണ്ടുവിട്ടാണ് പ്രതീക്ഷയോടെ.